ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. 2024 നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു പരീക്ഷയായിരുന്നു LDC പരീക്ഷ. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അത് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വരികയാണ്. കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 59.33 ആണ് കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള ആളുകൾ മെയിൻ ലിസ്റ്റിലുണ്ട്. ആ ഒരു 59.33 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആളുകൾ മെയിൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ 344 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 364 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. ദെൻ 20 പേര് ഡിസബിലിറ്റി ലിസ്റ്റിലുണ്ട്. ഇങ്ങനെ ഏകദേശം 728 പേരാണ് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇതിന് മുൻപത്തെ LDCയെ കുറിച്ചൊന്ന് പറയുകയാണ്. അതായത് LDC 2021. LDC 2021 കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51.33. അതായത് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. 14 ജില്ലകളുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ, അത് കഴിഞ്ഞ ശേഷം എല്ലാ ജില്ലകളുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത്തവണ എന്തായാലും കട്ട് ഓഫിൽ നല്ലൊരു ഉയർച്ച കാണും. 5 to 10 മാർക്ക് വരെ പല ജില്ലകളിലും കൂടാം. ഇപ്പോൾ കാസർഗോഡ് ജില്ല നോക്കുകയാണെങ്കിൽ 51.33 കഴിഞ്ഞ തവണ. ഇത്തവണയാണെങ്കിൽ അത് 59.33 ആയിട്ട് മാറി. അതായത് 8 മാർക്കിന്റെ ഡിഫറൻസ് വന്നു. ഇനി മെയിൻ ലിസ്റ്റിലോട്ട് വരുവാണെങ്കിൽ അവിടെ കഴിഞ്ഞ തവണ 540 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. ഇത്തവണ 344 ആയിട്ട് കുറഞ്ഞു. അതായത് 200 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ 2024 ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ ഏകദേശം 300+ അപ്പോയിൻമെന്റ്സ് ആണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അത്രയും അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ 14 ജില്ലകളുടെയും ആളുകൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നതിന് ശേഷം അവർ വളരെ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ PSC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എത്ര നിയമനങ്ങൾ, ഏകദേശം ഇനി ഒരു 2-3 മാസം കൂടിയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു LDC ലിസ്റ്റ് അവസാനിക്കാൻ. അപ്പോൾ ഇപ്പോൾ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ആ നിയമനങ്ങൾ അനുസരിച്ചിട്ട് മാത്രമാണ് മെയിൻ ലിസ്റ്റ് പുറത്തിറക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 300+ അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതിന് അടുത്തായിട്ടുള്ള ഒരു മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സ് ആണ് ഇത്തവണ പുറത്തിറക്കിയിട്ടുള്ളത്. 344 പേരാണ് ഇത്തവണ മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ജില്ലക്കാരും ഇനി ഷോർട്ട് ലിസ്റ്റ് വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു നമ്മുടെ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരു തരത്തിലും ഉറപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ആളുകളെല്ലാം ലിസ്റ്റിൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ക്ലിയർ ആണല്ലോ? അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ലിസ്റ്റ് വെട്ടിച്ചുരുക്കുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് ആ വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ അത്രയും പേർക്ക് ജോലി കിട്ടുമല്ലോ, അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടുമല്ലോ എന്നൊരു ആ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ LDCയിൽ 540 പേരാണ് കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 344 ഉള്ളൂ. ബിക്കോസ് എന്താണ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 540 പേർക്കും മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന്റെ എന്താണ് ഒരു 60% അല്ലേ, നമ്മൾ 544 ഒരു 60% 60% പ്ലസ് അത്ര മാത്രമേ നിയമനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ദുഃഖകരമായുള്ള കാര്യം, നിങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരു വെട്ടിച്ചുരുക്കൽ സംഭവിച്ചിരിക്കുകയാണ്. 344 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ ലിസ്റ്റ് വരുന്ന സമയത്ത് അതിലെല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ലിസ്റ്റ് അതിനൊരു തെളിവാണ്, അല്ലേ? 540 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ എന്താണ് 300+ ഒരു 60% നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു വെട്ടിച്ചുരുക്കൽ സംഭവിച്ചിരിക്കുകയാണ്. മെയിൻ ലിസ്റ്റിൽ വെറും 344 പേര് മാത്രമേ കാസർഗോഡ് ജില്ലയിലുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവും, വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ അതിലുള്ളവർക്കെല്ലാം ജോലി കിട്ടുമെന്ന്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, ഇത് ഷോർട്ട് ലിസ്റ്റ് വരാൻ ഇരിക്കുന്ന ആളുകൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുക. ഇങ്ങനെയാണ് PSCയുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇത്ര ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പൊ എല്ലാ ജില്ലകളുടെയും LDC ലിസ്റ്റ് കഴിയാറായി, അല്ലെ? 2021 LDC ലിസ്റ്റ് കഴിയാറായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ജില്ലകളുടെയും ആ ഒരു അഡ്വൈസ് ലിസ്റ്റ് നോക്കുക, എത്രത്തോളം പോയിട്ടുണ്ട് അഡ്വൈസ് ലിസ്റ്റ്. ഇനിയിപ്പോൾ ഒരു 3-4 മാസം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞ ലിസ്റ്റ് എന്തായാലും കഴിയും. ഓക്കെ, അപ്പോൾ
എത്രത്തോളം ഒരു 700 ആണെങ്കിൽ മാക്സിമം ഒരു 725 വരെയൊക്കെ ഇനി അപ്പോയിൻമെന്റ്സ് പോവുള്ളൂ, അഡ്വൈസ് പോവുള്ളൂ. സോ ആ ഒരു നമ്പറിനോട് അടുത്തുള്ള ഒരു നമ്പർ ആയിരിക്കും ഇനി വരുന്ന 2024 LDCയിലെ ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ LDC കഴിഞ്ഞതോടെ എനിക്കത് കിട്ടും, ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നല്ലോ, ഇനി എനിക്ക് ജോലി ഷുവർ ആണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പഠനം നിർത്തിയവരുണ്ടാവും. അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിർത്തരുത്. എന്താണ്? കിട്ടിയിട്ടേ അവസാനിപ്പിക്കാവൂ. അതാണ് പറയാനുള്ളത്. ജോലി കിട്ടിയിട്ടേ അവസാനിപ്പിക്കാവൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതും ഒരു ഒറ്റഘട്ട പരീക്ഷയാണ്. ഇപ്പൊ പ്രിലിംസ് നടന്നിട്ടുണ്ട്, അത് സെക്രട്ടേറിയറ്റ് OA ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ ഇനി മെയിൻസ് എക്സാമിൽ നടക്കാനുണ്ട്. 10th മെയിൻസ് എക്സാം നടക്കാനുണ്ട്. ആ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുക. LDCയുടെ സിലബസ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഈ പരീക്ഷകളുടെ സിലബസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിയമനങ്ങൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല റാങ്കിലേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, ഫസ്റ്റ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി ബാക്കി 13 ജില്ലകളുടെ ഉടൻ വരും. ഇപ്പം എത്രത്തോളം അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 2021 ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട്, ഇതുവരെ പോയിട്ടുണ്ട്, അതിനോടടുത്തൊരു നമ്പർ ആയിരിക്കും ഓരോ ജില്ലകളുടെയും മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. അതുപോലെ കട്ട് ഓഫിൽ വലിയൊരു വർധനവുണ്ടാവും. ഇപ്പൊ കാസർഗോഡ് ജില്ലയുടെ 8 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും മറ്റുള്ള ജില്ലകളുടെ കട്ട് ഓഫിലും നല്ലൊരു വർധനവ് തീർച്ചയായിട്ടുണ്ടാവും. ഒരു 5 to 10 മാർക്കിന്റെ വർധനവ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ പഠനം ഈ ഒരു LDC കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഓക്കെ, വരുന്ന എക്സാമുകളുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA പോലെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള എക്സാമുകളുണ്ട്. അതിലേക്ക് നന്നായിട്ട് പഠിക്കുക. സോ ഈ എക്സാമിലേക്കെല്ലാം നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിന് മറ്റുള്ള ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കൊടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെൻറ്റോർഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ആണ്, അതിനനുസരിച്ചുള്ള പ്രിവ്യൂ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പ് ലൈവ് സെഷനായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ്. സോ വരുന്ന എക്സാമിന് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. LDCയുടെ മറ്റുള്ള ലിസ്റ്റുകളൊക്കെ ഉടൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കിട്ടിയിട്ടേ അവസാനിപ്പിക്കാവൂ എന്ന് പറയുന്ന ഒരു ഷോർട്ട് മെസ്സേജ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, കാരണം വളരെ 200 പേരോളം ലിസ്റ്റിൽ നിന്ന് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റുള്ള ജില്ലകളുടെയൊക്കെ പൊതുവേ നിയമനം കുറവുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ജില്ലകളിലും ഇതുപോലെ നല്ലൊരു വെട്ടിച്ചുരുക്കൽ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, കിട്ടിയിട്ടേ അവസാനിപ്പിക്കാവൂ. ഓക്കെ, വരുന്ന എക്സാമിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ, സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതേ സിലബസ് ഉള്ള 10th ലെവൽ എക്സാംസ് വരുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.